السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസി സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ്റെ മേലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലഉൽ അലയിൽ, മലക്കുകളുടെ ഉന്നത സഭയിൽ പ്രവാചകനെ പ്രശംസിച്ചു പറയലാണ് എന്ന് നാം വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ പ്രവാചകൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തവണ അയാളുടെ മേൽ സ്വലാത്ത് നേരുമെന്നും 10 നന്മകൾ ആ വ്യക്തിക്ക് അല്ലാഹു രേഖപ്പെടുത്തുമെന്നും 10 ദറജകൾ വർദ്ധിപ്പിച്ചു നൽകുമെന്നും 10 പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നുമുള്ള ഹദീസുകൾ നാം മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇഹത്തിലെയും പരത്തിലെയും സങ്കടങ്ങൾ, വിഷമങ്ങൾ ഇല്ലാതെയാകുവാനും പാപങ്ങൾ പൊറുക്കപ്പെടുവാനും ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് കാരണമായി തീരും എന്ന സ്വഹീഹായ ഹദീസും നാം ഉൾക്കൊണ്ടു. ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പ്രവാചകൻ്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും എന്ന ഹദീസും, പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകളും സ്വലാത്ത് നേരും എന്ന ഹദീസും നാം കൃത്യമായി മനസ്സിലാക്കി. ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് എന്ന് നാം മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്വലാത്ത് ഏത് സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാവുന്ന ഒരു കാര്യമാണ്. അതിൽ എത്ര കണ്ട് വർദ്ധിപ്പിക്കുവാൻ പറ്റുമോ അത്രയും നമുക്ക് വർദ്ധിപ്പിക്കാം. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേക സന്ദർഭങ്ങളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് മറ്റേതൊരു സന്ദർഭത്തേക്കാളും പ്രാധാന്യമുള്ളതുമാണ്. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. എന്നു മാത്രമല്ല, ഇന്ന സന്ദർഭത്തിൽ, ഇന്ന സാഹചര്യത്തിൽ, ഇന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലണം എന്ന് പറയാനുള്ള അവകാശം ആർക്കു മാത്രമാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അതല്ലാത്ത നിലക്ക് പ്രത്യേക സന്ദർഭങ്ങളോ സമയങ്ങളോ നമ്മുടെ വക നിശ്ചയിക്കാതെ, പ്രത്യേക എണ്ണങ്ങളോ മറ്റോ നമ്മുടെ വക നിശ്ചയിക്കാതെ ഏതു സന്ദർഭത്തിലും നമുക്ക് ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലാം. എന്നാൽ ഇന്ന സന്ദർഭത്തിൽ സ്വലാത്ത് ചൊല്ലണം, അത് നല്ലതാണ്, അത് ഇത്ര തവണ ചൊല്ലണം, അത് നല്ലതാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം വഹി ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പോലും അത്തരം സമയങ്ങളും സന്ദർഭങ്ങളും പറഞ്ഞു തന്നതുപോലും പ്രവാചകൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും സംസാരിക്കുകയില്ല, അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹിയാകുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് ഏതു സന്ദർഭത്തിലാണ്, ഏതു സാഹചര്യത്തിലാണ് പ്രത്യേകം സ്വലാത്ത് സുന്നത്താക്കപ്പെട്ടത് എന്ന് പറയാനുള്ള അവകാശം. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സന്ദർഭങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം 10ഓളം സന്ദർഭങ്ങൾ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, സ്വഹീഹായ ഹദീസുകളുടെയും ആസാറുകളുടെയുമെല്ലാം അടിസ്ഥാനത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് 5 വഖ്ത് നമസ്കാരത്തിൽ തശഹുദിന് ശേഷമുള്ള സ്വലാത്ത്. തശഹുദ് എന്ന് പറഞ്ഞാൽ ഓരോ 2 റക്അത്തുകൾക്കിടയിലും നാം ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുത്തം, ദീർഘമായ ഇരുത്തത്തിനാണ് തശഹുദ് എന്ന് പറയുന്നത്. അത്തഹിയ്യാത്തു ലില്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന നാം ചൊല്ലുന്ന തശഹുദ്. അതിന് ശേഷം സ്വലാത്ത് ചൊല്ലുക എന്നത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള
വാജിബാണ്, നിർബന്ധമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമാണത്. അതിനുള്ള തെളിവ് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അൻ അബി മസ്ഊദിൻ ഉഖ്ബത്ത് ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു ഖാൽ അഖ്ബല റജുലുൻ ഹത്താ ജലസ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഞങ്ങളെല്ലാം നബിയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അമ്മസ്സലാമു അലൈക ഫഖദ് അറഫ്നാഹു ഫകൈഫ നുസല്ലി അലൈക ഇദാ നഹ്നു സല്ലൈനാ ഫീ സ്വലാത്തിനാ സല്ലല്ലാഹു അലൈക. നബിയെ, നിങ്ങൾക്കെങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. നമസ്കാരത്തിൽ നമുക്കറിയാം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് നാം അത്തഹിയ്യാത്തിൽ ചൊല്ലാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ നമസ്കാരത്തിലായിരിക്കെ ഇദാ നഹ്നു സല്ലൈനാ ഫീ സ്വലാത്തിന, ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ ഫകൈഫ നുസല്ലി അലൈക്, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വലാത്ത് പറയേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു, ഇദാ അൻതും സല്ലൈതും അലയ്യ ഫഖൂലു, നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലുമ്പോൾ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്തിൻ്റെ രൂപം പഠിപ്പിച്ചു കൊടുത്തു. ഈ ഹദീസിൽ വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് ആശയങ്ങളാണ്. ഒന്നാമത്തെ ആശയം, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ്. കാരണം സ്വഹാബത്തിനറിയാം, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സ്വലാത്ത് ചൊല്ലേണ്ടത്. സ്വന്തം ഇഷ്ടപ്രകാരം ഒരു രൂപം അതിന് ഉണ്ടാക്കാൻ പാടില്ല. അതിനുള്ള അർഹത പ്രവാചകന് മാത്രമാണ് എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ സ്വലാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി അറിയാവുന്നവരാണ് അവിടെയുള്ള ആളുകൾ, അവർ അറബികളാണ്. പക്ഷെ അവർക്കതറിയാമെങ്കിലും പ്രവാചകൻ്റെ മേലുള്ള സ്വലാത്ത് എന്നത് അത് ശറഇൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നും അതെങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനുള്ള അവകാശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണെന്നും ഞങ്ങളുടെ സ്വന്തം വക അതിൽ ഗവേഷണം നടത്താൻ പാടില്ല എന്നും സ്വഹാബികൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, സലാം പറയാൻ ഞങ്ങൾക്കറിയാം, അത് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫകൈഫ നുസല്ലി അലൈക്ക്, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല, അത് പഠിപ്പിച്ച് തരണമെന്നാണ് പ്രവാചകനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രവാചകനാണ് സ്വലാത്ത് എങ്ങനെ ചൊല്ലണം എന്ന് പഠിപ്പിക്കേണ്ടത് എന്ന് ഈ ഹദീസ് വ്യക്തമാക്കി തരുന്നു. രണ്ടാമത്തത്, നമസ്കാരത്തിൽ സ്വലാത്ത് ഉണ്ട് എന്ന് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നമസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നവർ ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു ഹദീസ് നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്നതാണ്. വേറെയും ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇമാം ബൈഹഖി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു തആല അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇദാ തശഹദ അഹദുക്കും ഫിസ് സ്വലാത്തി ഫൽയഖുൽ, നിങ്ങൾ നമസ്കാരത്തിൽ തശഹുദ് കഴിഞ്ഞാൽ ഫൽയഖുൽ, നിങ്ങൾ പറയണം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ നമസ്കാരത്തിൽ തശഹുദ് കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ധാരാളം ഉലമാക്കൾ പറഞ്ഞത് ഇത് രണ്ട് തശഹുദിലുമാകാം. ഒന്നാമത്തെ തശഹുദിലുമാകാം, അവസാന റക്അത്തിലെ രണ്ടാമത്തെ തശഹുദിലും സ്വലാത്ത് ആവാം. രണ്ടാമത്തതിൽ വാജിബാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒന്നാമത്തെ തശഹുദിന് ശേഷവും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് എന്ന് ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു ആലം. ചുരുക്കി പറഞ്ഞാൽ നമസ്കാരത്തിൽ സ്വലാത്ത് അത് വാജിബാണ് എന്നതാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. സ്വലാത്ത് ചൊല്ലേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം നമസ്കാരത്തിൽ തശഹുദിന് ശേഷമുള്ള അത്തഹിയ്യാത്തു എന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഇബ്രാഹിമി സ്വലാത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ സന്ദർഭമാണ് സ്വലാത്തുൽ ജനാസ ഔ സ്വലാത്തുൽ ജിനാസ. ജനാസ നമസ്കാരത്തിൽ, മയ്യത്ത് നമസ്കാരത്തിൽ സ്വലാത്ത് സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നു, അഖ്ബറന മുത്തർരിഫ് ബിൻ മാസിൻ അൻ മഅ്മർ അൻ അസ്-സുഹ്രി ഖാല
أخبرني أبو أمامة ابن سهل أنه أخبره رجل من أصحاب النبي صلى الله عليه وسلم أن السنة في الصلاة على الجنازة أن يكبر الإمام ثم يقرأ بفاتحة الكتاب بعد التكبيرة الأولى يقرأ في نفسه ثم يصلي على النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞതായി സ്വഹീഹായ സനദോടുകൂടി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് നമസ്കാരത്തിൽ അഥവാ ജിനാസ നമസ്കാരത്തിൽ മയ്യത്ത് നമസ്കാരത്തിൽ സ്വലാത്തുണ്ട് എന്നാണ്. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും രണ്ടാമത്തെ തക്ബീറിന് ശേഷം പ്രവാചകൻ്റെ മേലുള്ള സ്വലാത്തുമാണ് മയ്യത്ത് നമസ്കാരത്തിൽ എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയതാണ്. സ്വലാത്തു ചൊല്ലേണ്ടുന്ന രണ്ടാമത്തെ സന്ദർഭമാണിത്. മൂന്നാമത്തെ സന്ദർഭം എന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുക എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن أوس بن أوس قال قال رسول الله صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فيه خلق آدم وفيه قبض وفيه النفخة وفيه الصعقة فأكثروا علي من الصلاة فيه فإن صلاتكم معروضة علي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. അതേപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടതും വെള്ളിയാഴ്ചയാണ്. കാഹളത്തിൽ ഊതപ്പെടുന്നതും വെള്ളിയാഴ്ചയാണ്. സൃഷ്ടികൾ ചലനമറ്റു വീഴുന്നതും വെള്ളിയാഴ്ചയാണ്, അഥവാ ഖിയാമത്ത് നാളിൽ. ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലണം എന്നുമല്ല പറഞ്ഞത്, ഫഅക്സിറു എന്നാണ് പറഞ്ഞത്, അധികരിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുന അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വലാത്ത് ചൊല്ലേണ്ടുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസം. ആ വെള്ളിയാഴ്ച ദിവസം ധാരാളമായി സ്വലാത്ത് ചൊല്ലുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഇനി നാലാമത്തെ ഒരു സന്ദർഭമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴുമെല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. അതാണ് നാലാമത്തെ ഒരു സന്ദർഭമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഉദാഹരണത്തിന് ഇമാം ബസ്സാർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ഖാല സഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിൻബറ ഫഖാല ആമീൻ ആമീൻ ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറി. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും, പ്രവാചകൻ്റെ മിമ്പറിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ 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 എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബികൾക്ക് മനസ്സിലായില്ല പ്രവാചകൻ എന്തിനാണ് ആമീൻ പറയുന്നത് എന്ന്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മിമ്പറിൽ കയറുമ്പോൾ നിങ്ങൾ ആമീൻ എന്ന് 3 തവണ പറഞ്ഞത് എന്തിനാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്ന് 3 പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് ആ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആമീൻ പറഞ്ഞത്. ഒന്നാമത്തെ പ്രാർത്ഥന, റമളാൻ കിട്ടിയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനെ അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്നാണ്. അതിന് ഞാൻ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത്, വൃദ്ധരായ മാതാപിതാക്കളെ ലഭിച്ചിട്ടും അവരിലൂടെ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റാത്തവനെയും അള്ളാഹു അകറ്റിക്കളയട്ടെ, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്നോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത്തെ വിഷയം ശ്രദ്ധിക്കുക, വറജുലുൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക ഫഅബഅദഹു അല്ലാഹ്. ഒരു വ്യക്തി, നബിയെ താങ്കളുടെ പേര് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് പരാമർശിക്കപ്പെട്ടു, എന്നിട്ടും ഫലം യുസല്ലി അലൈക്, താങ്കളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഅബഅദഹു അല്ലാഹ്, അള്ളാഹു അവനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റിക്കളയട്ടെ എന്നാണ്. ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ ഒരു സദസ്സിൽ വെച്ചാകട്ടെ, പണ്ഡിതന്മാർ പറഞ്ഞത് മിനിമം 1 തവണയെങ്കിലും പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ, ഒരുപക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പല തവണ ആവർത്തിക്കുമ്പോൾ ഓരോ തവണയും സ്വലാത്ത് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും
ഏറ്റവും ചുരുങ്ങിയത് പ്രവാചകൻ്റെ പേര് കേൾക്കുന്ന മാത്രയിൽ തന്നെ, അല്ലെങ്കിൽ ഇടവിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ പ്രവാചകൻ്റെ പേര് കേട്ടിട്ടും തീരെ സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയാണ്. അപ്പോൾ ഏറെ ഗൗരവമുള്ളതാണ്. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത് സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ പ്രവാചകൻ്റെ പേരിൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ആ വ്യക്തി അകന്നു പോകും എന്ന ഈ ഹദീസ് ഏറെ ഗൗരവത്തോടു കൂടിയാണ് നാം ഓർക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, ഇമാം ഇബ്നു മാജ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസിയ സ്വലാത അലയ്യ ഖാതിഅ ത്വരീഖൽ ജന്ന. ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നാൽ, നബിയുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാതിരിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ആരെങ്കിലും അവഗണിക്കുകയോ മറന്നു കളയുകയോ ചെയ്താൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഖാതിഅ ത്വരീഖൽ ജന്ന എന്നാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അയാൾക്ക് അബദ്ധം പറ്റും, തെറ്റുപറ്റും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള എളുപ്പത്തിലുള്ള യാത്രക്ക് അയാൾക്കത് തടസ്സമായി തീരും. സ്വലാത്തിലുള്ള കുറവ് എന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നേരെ വിപരീതം മനസ്സിലാക്കേണ്ടത്, ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവാതിരിക്കണമെങ്കിൽ സ്വലാത്ത് ചൊല്ലണം പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ. അതേപോലെ തന്നെ പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ മറന്നു പോവരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബസ്സാർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, അൽ ബഖീലു മൻ ദുകിറതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. അൽ ബഖീൽ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ മൻ ദുകിറതു ഇൻദഹു, എന്നെ സംബന്ധിച്ചു പറയപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ, എന്നിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടും പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്, നന്മ നേടിയെടുക്കുന്നതിൽ പിശുക്കനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പിശുക്കനാണ് എന്നൊക്കെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകനോടുള്ള സ്നേഹത്തിലും ആദരവിലും ബഹുമാനത്തിലും അവൻ പിശുക്കനാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലണം. പ്രവാചകനെക്കുറിച്ച് പറയപ്പെടുമ്പോൾ സ്വലാത്തു ചൊല്ലണം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഒരിക്കലും സ്വലാത്തു ചൊല്ലാൻ നാം മറന്നു പോകരുത്. സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് പ്രയാസകരമായി തീരും. അതേപോലെ തന്നെ നാം പിശുക്കന്മാരായി അറിയപ്പെടും. ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടു പോകും എന്നതും നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ്, അഞ്ചാമതായി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു സന്ദർഭമാണ് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഉള്ള സ്വലാത്ത്. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അബ്ദില്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അന്നഹു സമിഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന മിസ്ല മാ യഖൂലു ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂലു. നിങ്ങൾ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളും പറയണം. സുമ്മ സല്ലു അലൈഹി, പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലണം. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. കാരണം ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അയാളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. സുമ്മ സലുല്ലാഹ അസ്സ വജല്ല ലി അൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിക്കണം. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്നത്തി ലാ തംബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹി തആല. അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്. അത് അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഒരടിമക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അർജു അൻ അകൂന അനഹുവ, ആ ഒരടിമ ഞാനായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫമൻ സഅലല്ലാഹ ലി അൽ വസീല ഹല്ലത അലൈഹി ശഫാഅ. ആരെങ്കിലും എനിക്ക് വേണ്ടി വസീല തേടിയാൽ അവന് എൻ്റെ ഷഫാഅത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയെല്ലാം നാം പറയണം. അങ്ങനെ ആ വ്യക്തി ബാങ്കിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയും നമ്മളുമടക്കം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യേകം പറഞ്ഞതാണ് ബാങ്കിന് ശേഷമുള്ള സ്വലാത്ത്. എന്നാൽ ബാങ്കിന് മുമ്പായിക്കൊണ്ടുള്ള ഒരു സ്വലാത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലേണ്ടുന്ന സന്ദർഭമാണെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇതാ വഹയിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഈ കാര്യം നാം ഓർക്കേണ്ടതാണ്. മറ്റൊരു സന്ദർഭമാണ്, ആറാമത്തെ സന്ദർഭമായി നാം പഠിക്കേണ്ടത് ഇൻദ ദുആ, പ്രാർത്ഥനയുടെ സന്ദർഭങ്ങളിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫദാലത്ത് ഇബ്നു ഉബൈദ് സാഹിബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫദാലഹ് ഇബ്നു ഉബൈദ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യദ്ഉ ഫിസ്സലാഹ് വലം യദ്കുരില്ലാഹ അസ്സ വജൽ. ഒരു വ്യക്തി നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു, എന്നാൽ അള്ളാഹുവിനെ ഓർത്തതുമില്ല. വലം യുസല്ലി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതുമില്ല. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കാതെ ഹംദുകളൊന്നും പറയാതെ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെ ഒരാൾ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അജില ഹാദാ, ഈ വ്യക്തി ധൃതി കാണിച്ചിരിക്കുന്നു. സുമ്മ ദആഹു ഫഖാല ലഹു വലിഗൈരിഹി, പിന്നീട് ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തോടും മറ്റുള്ള ആളുകളോടുമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു, ഇദാ സ്വല്ല അഹദുക്കും ഫൽയബ്ദ ബിതഹ്മീദി റബ്ബിഹി വസ്സനാഇ അലൈഹി, നിങ്ങളിൽ ഏതൊരാൾ പ്രാർത്ഥിക്കുമ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അവനെ വാഴ്ത്തിക്കൊണ്ടുമാണ് നിങ്ങൾ ആരംഭിക്കേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഹംദുകളും സനാഅുകളും അള്ളാഹുവിന് നൽകണം. സുമ്മ ലിയുസല്ലി അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലിയദ്ഉ ബഅദു ബിമാ ശാ സുമ്മ ലിയദ്ഉ ബഅദു ബിമാ ശാ, നിങ്ങൾ പിന്നീട് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, പിന്നെ ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ നിങ്ങളിൽ ഏതൊരാൾ പ്രാർത്ഥിക്കുമ്പോഴും ഹംദ് ചൊല്ലണമെന്നും അള്ളാഹുവിനെ പുകഴ്ത്തണമെന്നും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്നും എന്നിട്ട് പ്രാർത്ഥിക്കണമെന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനകളുടെ സന്ദർഭങ്ങളിൽ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടുമാണ് നാം തുടങ്ങേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി സ്വഹീഹായ സനദോടുകൂടി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, കുല്ലു ദുആഇൻ മഹ്ജൂബുൻ അനിസ് സമാഇ ഹത്താ യുസല്ല അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പ്രാർത്ഥനകളും ആകാശലോകത്ത് തടയപ്പെടുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ മേലും സ്വലാത്ത് ചൊല്ലാത്ത കാലത്തോളം. അപ്പോൾ പ്രവാചകൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ ദുആ ആകാശലോകത്ത് തടയപ്പെടും, ആകാശത്തേക്ക് ഉയർന്നു പോവുകയില്ല എന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുആ മൗഖൂഫുൻ ബൈന السماء والأرض لا يصعد منه شيء حتى تصلي على نبيك صلى الله عليه وسلم. ഏതൊരു പ്രാർത്ഥനയും ആകാശഭൂമികൾക്കിടയിൽ നിൽക്കുന്നതാണ്, ആകാശലോകത്തേക്ക് ഉയർന്നു പോവുകയില്ല പ്രവാചകൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാത്ത കാലത്തോളം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം പ്രത്യേകം ഇരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുമായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ ഹദീസ് നമുക്ക് വളരെ കൃത്യമായി വ്യക്തമാക്കി തരുന്നു. അതുപോലെ മറ്റൊരു സന്ദർഭമാണ്, ഏഴാമത്തെ സന്ദർഭമായി നമുക്ക് മനസ്സിലാക്കാം, മജ്ലിസുകളിൽ നാം ഇരിക്കുമ്പോൾ, നാം 2 3 അതിൽ കൂടുതലോ ആളുകൾ ഒരു മജ്ലിസിൽ ഇരിക്കുകയും വല്ല വർത്തമാനങ്ങളും പറയുകയുമാണെങ്കിൽ വിശ്വാസികളുടെ മജ്ലിസുകളിലൊക്കെ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ആ മജ്ലിസിനെ നാം ധന്യമാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇമാം തബറാനി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മാ ജലസ ഖൗമുൻ മജ്ലിസൻ വലം യദ്കുറുല്ലാഹ അസ്സ വജല്ല ഫീഹി വലം യുസല്ലു അലാ നബിയ്യിഹിം ഇല്ലാ കാനത് അലൈഹിം തിറതൻ യൗമൽ ഖിയാമ. ഏതൊരു സംഘവും ഏതൊരു കൂട്ടരും ഒരു മജ്ലിസിൽ ഇരിക്കുകയും
അള്ളാഹുവിനെ ഓർക്കുന്നില്ല. വലം യദ്കുറുല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനെ ഓർക്കുന്നില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒന്നും പറയാത്തൊരു സദസ്സ്. വലം യുസല്ലു അലാ നബിയ്യിഹിം, അവരുടെ പ്രവാചകൻ്റെ മേൽ സ്വലാത്തും ചൊല്ലുന്നില്ല. ഏതെങ്കിലും ഒരു സന്ദർഭത്തിലെങ്കിലും പ്രവാചകൻ്റെ പേരിൽ ഒരു സ്വലാത്ത്, അതേപോലെ തന്നെ ഹംദ്, ആ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ആ സദസ്സിലെ സംസാരം തുടങ്ങണമെന്നാണ്. ആ സദസ്സിൽ സംസാരിക്കുമ്പോൾ ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും തുടങ്ങുക, അള്ളാഹുവിനെ ഓർക്കുക, പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെയായിരിക്കണം ആ സദസ്സ്. ഇല്ലെങ്കിൽ ഇല്ല കാനത്ത് അലൈഹിം തിറതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതവർക്ക് വലിയ ഒരു നഷ്ടമായിരിക്കും. ഇൻഷാ അദ്ദബഹും വ ഇൻഷാ ഗഫറ ലഹും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും, ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. അപ്പോൾ ഏതൊരു അറിവിൻ്റെ സദസ്സിലും, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ, ഇനി അതല്ലാത്ത സത്യവിശ്വാസികൾ കൂടിച്ചേരുന്ന ഏതൊരു മജ്ലിസിലും സ്വലാത്ത് കൊണ്ടായിരിക്കണം ആ സദസ്സ് തുടങ്ങേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തും അള്ളാഹുവിൻ്റെ പേരിലുള്ള ഹംദും വേണം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്നിങ്ങനെ തുടങ്ങി സ്വലാത്തും ഹംദും ചൊല്ലിയിട്ടേ നമ്മൾ ആ മജ്ലിസിൽ മറ്റു സംസാരം നടത്താവൂ. ഇല്ലെങ്കിൽ ആ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായിക്കൊണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇല്ല കാനത്ത് അലൈഹിം തിറതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതവർക്കൊരു നഷ്ടമായിരിക്കുന്നു. മാത്രമല്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും, ഇല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന പ്രയോഗവും ഏറെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഏതൊരു മജ്ലിസിൽ സംസാരത്തിന് വേണ്ടി ഇരിക്കുമ്പോഴും നാം സ്വലാത്ത് മറന്നു പോവാൻ പാടില്ലാത്തതാണ്. എട്ടാമത്തെ ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കുന്നത്, പള്ളികളിലേക്ക് കയറുമ്പോഴും പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പ്രവാചകൻ്റെ പേരിൽ സലാമും സ്വലാത്തും പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലിയുസല്ലിം അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽയഖുൽ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നിങ്ങളിൽ ഏതൊരാളും മസ്ജിദിൽ പ്രവേശിച്ചാൽ ഫലിയുസല്ലിം അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നിങ്ങൾ സലാം പറയണം. എന്നിട്ട് പിന്നീട് പറയണം അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് പറയാം. വ ഇദാ ഖറജ, അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോഴും ഫലിയുസല്ലിം അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മേൽ സലാം നേരണം, പ്രവാചകൻ്റെ മേൽ സലാം നേരണം. എന്നിട്ട് അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്താനിർ റജീം, അള്ളാഹുവേ ശപിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യേണ്ടതാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം പറഞ്ഞുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സലാം പറയണം. അതേപോലെ തന്നെയാണ് സ്വലാത്തും. ഇബ്നു സുന്നി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വല്ലൈല എന്ന കിതാബിൽ സഹീഹായ സനദോടുകൂടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ദഖലൽ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാല, പ്രവാചകൻ പറയും ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, ബിസ്മില്ലാ എന്ന് പറയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ സ്വലാത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. വ ഇദാ ഖറജ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഖാല, പ്രവാചകൻ പറയും ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ സ്വലാത്ത് നൽകണമേ. അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം, പ്രവാചകൻ്റെ മേൽ സ്വലാത്ത്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും ബിസ്മില്ലാ എന്ന് പറയണം, പ്രവാചകൻ്റെ മേൽ സ്വലാത്ത്. അതേപോലെ തന്നെ സലാമും. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പള്ളിയിലേക്ക് കയറുമ്പോൾ പറയാം ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും പള്ളിയിലേക്ക് കയറുമ്പോഴുമെല്ലാം പ്രവാചകൻ്റെ മേൽ സലാമും സ്വലാത്തും പറയാൻ നാം മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ്, 9ാമത്തെ സന്ദർഭമായി നമുക്ക് വേണമെങ്കിൽ പറയാം, പെരുന്നാൾ ദിവസങ്ങളിൽ തക്ബീറുകൾക്കിടയിൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് സുന്നത്താണ്. മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇർവാഉൽ ഖലീൽ ഫി തഖ്രീജി അഹാദീസ് മനാരിസ് സബീൽ എന്ന കിതാബിൽ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു റിവായത്തിനെ സ്വീകാര്യയോഗ്യമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഉഖ്ബ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, സഅൽതു ഇബ്ന മസ്ഊദിൻ അമ്മാ യഖൂലുഹു ബഅദ തക്ബീറാത്തിൽ ഈദ്, പെരുന്നാൾ ദിവസത്തിൻ്റെ തക്ബീറുകൾക്ക് ശേഷം എന്താണ് പറയേണ്ടത് എന്ന് ഞാൻ
അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യഹ്മദുല്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുക, വയുസ്നി അലൈഹി, അവനെ വാഴ്ത്തുക, വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നേരുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു തക്ബീർ കൊണ്ടുള്ള ഉദ്ദേശം മൊത്തത്തിലുള്ള തക്ബീറുകളുമാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ നാം ചൊല്ലുന്ന തക്ബീറുകൾക്കിടയിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാക്കുകളും അതോടൊപ്പം സ്വലാത്തും ആകാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റു ചില റിവായത്തുകൾ വ്യക്തമാക്കുന്നത് നമസ്കാരത്തിൽ, പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഓരോ തക്ബീറുകൾക്ക് ശേഷവും ഇങ്ങനെ ചൊല്ലാവുന്നതാണ് എന്നാണ്. അല്ലാഹു അക്ബർ എന്ന് 7 തവണ ആദ്യത്തെ റക്അത്തിലും 5 തവണ രണ്ടാമത്തെ റക്അത്തിലും പറയുമ്പോൾ ഓരോ തക്ബീറുകൾക്ക് ശേഷവും അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാവുന്നതാണ് എന്ന് 3ഓളം സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടതായിട്ടാണ് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരും മറ്റു പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതും അതേപോലെയുള്ള ഒരു അവസരമാണ്, സ്വലാത്ത് ചൊല്ലേണ്ടുന്ന അവസരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് 10ാമത്തെ സന്ദർഭമായി ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രഭാഷണങ്ങളും ദർസുകളും ഖുതുബകളും എല്ലാം നിർവഹിക്കുമ്പോഴും വിവാഹത്തിലെ കരാറുകളിൽ ഏർപ്പെടുമ്പോഴും അതേപോലെയുള്ള സ്വാലിഹായ ഏതൊരു കരാറുകളിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിലും അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളിലെല്ലാം ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങൽ നല്ലതാണ്. ഗ്രന്ഥരചന നടത്തുമ്പോഴും കിതാബുകൾ എഴുതുന്ന സന്ദർഭത്തിലും അതേപോലെയുള്ള വഅളുകളുടെയും മറ്റും സന്ദർഭങ്ങളിലും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുന്ന സന്ദർഭങ്ങളിലുമൊക്കെ ഹംദു കൊണ്ടും സ്വലാത്ത് കൊണ്ടും ആരംഭിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നേരത്തെ വിശദീകരിച്ച തെളിവുകളുടെ എല്ലാം പിൻബലത്തോടുകൂടി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സന്ദർഭങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു നിശ്ചിതമായ എണ്ണം തിരഞ്ഞെടുത്ത് ഈ ഒരു സന്ദർഭത്തിൽ സ്വലാത്ത് ചൊല്ലേണ്ടതാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഏത് സന്ദർഭത്തിലും ഒരാൾ സ്വലാത്ത് ചൊല്ലുന്നതിൽ വിരോധമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ദിവസത്തെ പ്രത്യേകമാക്കുവാനോ ഏതെങ്കിലും ഒരു നിശ്ചിത എണ്ണത്തെ പ്രത്യേകമാക്കുവാനോ ഏതെങ്കിലും ഒരു സമയത്തെ പ്രത്യേകമാക്കുവാനോ സൃഷ്ടികൾക്ക് പാടില്ലാത്തതാണ്. അത്തരം ശരീഅത്തിൻ്റെ നിയമങ്ങൾ നിശ്ചയിക്കുവാനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് അറിയിച്ചു നൽകുകയും ചെയ്യും. ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് കാണിക്കപ്പെടും എന്ന്. എങ്ങനെയാണ് നബിയെ മരണശേഷം നിങ്ങൾക്ക് സ്വലാത്ത് കാണിക്കപ്പെടുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ റൂഹിനെ പ്രവാചകന്മാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പുറമെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രവാചകന്മാർ അറിയുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പ്രവാചകന് ചൊല്ലുന്ന സ്വലാത്തും സലാമും പ്രവാചകന് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സംവിധാനം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, മുസ്നദു ശാമിയീൻ, അതിൽ നമുക്ക് കാണാം, വഅൻ അബി ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ സ്വല്ലല്ലാഹു അലൈഹി അശറ ബിഹാ മലക്കുൻ മുവക്കലുൻ ബിഹാ ഹത്താ യുബല്ലിഗ്നീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 സ്വലാത്ത് അയാൾക്ക് നേരും. മാത്രമല്ല ബിഹാ മലക്കുൻ മുവക്കലുൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക മലക്കിനെ തന്നെ ഈ വിഷയത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മലക്കുൻ മുവക്കലുൻ ബിഹാ ഹത്താ യുബല്ലിഗ്നീഹാ എന്നാണ്. ഇതിനായിട്ടൊരു മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്കാണ് എനിക്കത് എത്തിച്ചു തരുന്നത്. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി ഫിൽ അർദി മലായികതൻ സയ്യാഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില മലക്കുകളുണ്ട്. അവർ ഭൂമിയിലൂടെ ചുറ്റി സഞ്ചരിക്കുന്ന മലക്കുകളാണ്. എല്ലായിടത്തും അവർ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എനിക്കുള്ള സലാം അവരാണ് എനിക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹു പ്രത്യേകം മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്കുകളാണ് പ്രവാചകന് സ്വലാത്തും സലാമും എത്തിച്ചു കൊടുക്കുന്നത്. അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറിടങ്ങളാക്കരുത്.
എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യണം. അദ്കാറുകളും മറ്റു ആരാധനകളും വീടുകളിൽ ഉണ്ടാവണം. വലാ തജ്അലൂ ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്, ഉത്സവ സ്ഥലമാക്കരുത്, നേർച്ച സ്ഥലമാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ ആദ എന്ന വേർഡിൽ നിന്ന് വന്നതാണ്, മടങ്ങുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ വർഷവും മടങ്ങി വരുന്നതാണല്ലോ ആഘോഷങ്ങൾ. അതേപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ മാറ്റരുത്, എപ്പോഴും സന്ദർശിക്കുന്ന സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത്. എനിക്ക് സലാം പറയുന്നതിൻ്റെ പേരിൽ, എനിക്ക് സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പേരിൽ എൻ്റെ ഖബറിടത്തിലേക്ക് വന്ന് അത് പിന്നീട് പിൽക്കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? പൂർവ്വ സമൂഹം പ്രവാചകന്മാരെ ആരാധിച്ചതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ അത് കാരണമായി തീരും. പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ നടത്തുന്ന, ഇസ്തിഗ്ഫാർ എല്ലാം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അത് എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എൻ്റെ ഖബറിനെ നിങ്ങൾ നേർച്ച സ്ഥലമോ ഉത്സവ സ്ഥലമോ ആക്കി മാറ്റരുത്. വസല്ലു അലൈഹി, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി ഹൈസു കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ആ സ്വലാത്ത് എനിക്ക് എത്തിക്കപ്പെടും. അതുകൊണ്ട് സ്വലാത്തിൻ്റെയും സലാമിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് ഇടക്കിടക്ക് ആവർത്തിച്ചു പോവരുത് എന്നാണ് പ്രവാചകൻ പറയുന്നത്. അത് വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കും. മറിച്ച് നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും അവിടെ വെച്ച് നിങ്ങൾ സലാം പറഞ്ഞാലും അവിടെ വെച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിക്കപ്പെടും. അതിന് അള്ളാഹു പ്രത്യേകം മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ അത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ നബി ഹുറൈറ റളിയല്ലാഹു തആല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ആരെങ്കിലും എനിക്ക് സലാം പറഞ്ഞാൽ അള്ളാഹു എൻ്റെ റൂഹിനെ എനിക്ക് തിരിച്ചു തരും. അങ്ങനെ ഞാൻ ആ വ്യക്തിക്ക് സലാം മടക്കുന്നതാണ്. അപ്പോൾ ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയപ്പെടുമ്പോൾ അള്ളാഹു റൂഹിനെ നൽകുന്നുണ്ട്. പ്രവാചകൻ അത് എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട്, അവർ അത് എത്തിച്ചു നൽകുന്നതാണ്. ഈ ഹദീസുകളിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, നാം ഏത് നാട്ടിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയാലും സലാം പറഞ്ഞാലും അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് കാണിക്കപ്പെടും. അതിന് മലക്കുകളെ അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പുതിയൊരു സമ്പ്രദായം തുടങ്ങിയിരിക്കുന്നു. ഓരോ ആളുകളും സ്വലാത്ത് ശേഖരിച്ചിട്ട് മദീനയിലേക്ക് പാർസൽ അയക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഏർപ്പാട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം അള്ളാഹുവും റസൂലും ആ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണത്. അത് അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള ഏർപ്പാടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മലക്കുകളുണ്ട്. ഏതൊരു വ്യക്തി ആത്മാർത്ഥമായി സ്വലാത്ത് പറഞ്ഞാലും ആ സ്വലാത്തും ആ സലാമും പ്രവാചകൻ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ മുന്തിയ ആളുകളൊന്നുമല്ലല്ലോ നാം. എന്നിരിക്കെ ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് അതിനെ കളക്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഞങ്ങൾ പാർസൽ അയക്കുന്നു മദീനയിലേക്ക് എന്ന് പറയുന്ന പല ഏർപ്പാടുകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകനോ സഹാബത്തിനോ സഹാബത്തിന് ശേഷമുള്ള താബിയങ്ങൾക്കോ തബൗ താബിയങ്ങൾക്കോ ഉത്തമ തലമുറയിൽപ്പെട്ട ഒരാൾക്കും ഇത് പരിചയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ആരെങ്കിലും ഇതേപോലെയുള്ളൊരു ഏർപ്പാട് ചെയ്തതായിട്ടോ അറിയപ്പെട്ട മഹാപണ്ഡിതന്മാർ ആരെങ്കിലും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ആഹ്വാനം ചെയ്തതായിട്ടോ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ നമ്മുടെ നാടുകളിൽ കാണപ്പെടുന്ന ഇത്തരം ഏർപ്പാടുകൾ നമ്മൾ സൂക്ഷിക്കണം. അതിനൊന്നും മതത്തിൻ്റെ യാതൊരു പിൻബലവുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയങ്ങളിലെല്ലാം കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. എന്നിരിക്കെ പിന്നെ മദീനയിലേക്ക് ഇതെത്തിക്കാൻ നമ്മൾ വിഷമിക്കേണ്ടതില്ല. നാം ആത്മാർത്ഥമായി ദുനിയാവിൻ്റെ ഒരു മോഹങ്ങളുമില്ലാതെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് വേറെ ആരും കേട്ടിട്ടില്ലെങ്കിലും ശരി, അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് മലക്കുകൾ എത്തിച്ചു കൊടുക്കും. അള്ളാഹു ഒരു സംവിധാനം ചെയ്തിരിക്കെ നാം ആ വിഷയത്തിൽ ബേജാറാവേണ്ടതില്ല എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് നാം നേരത്തെ സൂചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് സ്വലാത്തിൻ്റെ വിഷയത്തിൽ അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കാനുള്ള അവകാശം ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. നമുക്ക് നമ്മുടെ സ്വന്തം വക സ്വലാത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കുവാനോ നമുക്ക് നമ്മുടെ സ്വന്തം വക അതിന് സമയവും എണ്ണവും നിശ്ചയിക്കുവാനോ പാടില്ല. അള്ളാഹു ആ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. കാരണം നമുക്കാർക്കും വഹിയില്ല, വഹി പ്രവാചകനേ ഉള്ളൂ. അപ്പോൾ പ്രവാചകൻ പറയുന്നതും സ്വലാത്താണ്, നമ്മൾ ഉണ്ടാക്കുന്നതും സ്വലാത്താണെങ്കിൽ പിന്നെ പ്രവാചകന് എന്ത് വിലയാണുള്ളത്? സഹോദരങ്ങളെ ചിന്തിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതും സ്വലാത്താണ്,
നമ്മുടെ വക നമ്മളും നിശ്ചയിക്കുന്നു ചില സ്വലാത്തുകൾ. അപ്പോൾ പിന്നെ പ്രവാചകന് യാതൊരു മഹത്വവുമില്ല, പ്രവാചകൻ നമ്മളെപ്പോലെ തന്നെയുള്ള ഒരാളാണ് എന്ന് പറയലല്ലേ യഥാർത്ഥത്തിൽ അത്? മാത്രമല്ല വഹി ലഭിക്കുന്ന പ്രവാചകൻ്റെ അതേ സ്ഥാനം ഞങ്ങൾക്കുമുണ്ട് എന്ന് വാദിക്കലുമാവില്ലേ അത്? അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വക സ്വലാത്തുകൾ ഉണ്ടാക്കാതിരിക്കുക, നമ്മുടെ വക കെട്ടിച്ചമച്ചു പറയാതിരിക്കുക, നമ്മുടെ വക പോരിശകളോ സമയങ്ങളോ സന്ദർഭങ്ങളോ എണ്ണങ്ങളോ ഇത് ഇന്നെന്ന കാര്യങ്ങൾക്ക് ഉപകരിക്കുമെന്നോ തെളിവുകളില്ലാതെ നമ്മുടെ വക നമ്മൾ പറയാൻ പാടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എങ്കിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? പ്രവാചകൻ എങ്ങനെയാണത് പഠിപ്പിച്ചത്? സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് 7ഓളം രൂപത്തിൽ പ്രവാചകൻ സ്വലാത്ത് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. അതിൽ നാം പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹാബികൾ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, ഫകൈഫ നുസല്ലി അലൈക്, ഞങ്ങൾ എങ്ങനെയാണ് നബിയെ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പോൾ അതവർ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കാരണം അവർക്കറിയാമായിരുന്നു ഇത് പഠിപ്പിക്കാനുള്ള അർഹത ആർക്ക് മാത്രമേ ഉള്ളൂ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകനോട് അവർ അത് ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കിയത്. അതുകൊണ്ട് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട സ്വലാത്തിൻ്റെ രൂപം നമുക്കൊന്ന് പരിശോധിക്കാം. 7ഓളം രൂപങ്ങൾ സ്വഹീഹായ നിലക്ക് വന്നിട്ടുണ്ട്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ അതിൽ കാണാൻ കഴിയുള്ളൂ. ഒന്ന്, ഇമാം അഹ്മദ് റഹിമഹുല്ലയും ഇമാം ത്വഹാവിയും റഹിമഹുമുല്ല സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നു. ഒരു രൂപം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈതിഹി വ അലാ അസ്വാജിഹി വ ദുർരിയ്യതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി ബൈതിഹി വ അലാ അസ്വാജിഹി വ ദുർരിയ്യതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇതാണൊരു രൂപം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇവിടെ വന്ന പ്രയോഗം വ അലാ അഹ്ലി ബൈതിഹി വ അലാ അസ്വാജിഹി വ ദുർരിയ്യതിഹി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കുടുംബത്തിലും നബിയുടെ ഇണകളിലും നബിയുടെ സന്താനങ്ങളിലും നാഥാ നീ സ്വലാത്ത് നൽകണമേ എന്ന ഒരു രൂപം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു രൂപമാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുള്ള അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിക്കുന്നത്: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ. ഇവിടെ വഅല ആലി മുഹമ്മദ് എന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ വഅല അഹ്ലി ബൈതിഹി വഅല അസ്വാജിഹി വ ദുർരിയതിഹി എന്ന് കാണാൻ സാധിക്കുന്നില്ല. വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ ഒരു രൂപം ഇമാം അഹ്മദ് റഹിമഹുല്ല, ഇമാം നസായി തുടങ്ങിയ ആളുകൾ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നു: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇവിടെ വ ആലി ഇബ്രാഹീം എന്നാണ്. വ അല ആലി ഇബ്രാഹിം എന്നതിന് പകരം വ ആലി ഇബ്രാഹിം വ അല എന്നത് കാണാൻ സാധിക്കുന്നില്ല. അതൊരു പക്ഷേ റിവായത്തുകളിൽ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ വന്നിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളായിരിക്കാം. എന്തായിരുന്നാലും ശരി, നേരത്തെ പറഞ്ഞ അതിനോട് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത രൂപമാണ് ഈ മൂന്നാമത് പറയപ്പെട്ട രൂപം എന്ന് മനസ്സിലാക്കുക. ഇനി നാലാമത്തെ രൂപം ഇമാം മുസ്ലിം റഹിമഹുല്ലയും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യി, അലാ മുഹമ്മദി അൻ നബിയിൽ ഉമ്മിയ്യി എന്ന് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. വ അലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ. ഇവിടെ ഇന്നക ഹമീദും മജീദ് കാണാൻ കഴിയില്ല. വബാരിക് അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയ്യി വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന. ഇങ്ങനെ കൂടി കാണാം: ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇത് നാലാമത്തെ രൂപമാണ്. അഞ്ചാമതൊരു രൂപം ഇമാം ബുഖാരിയും നസായിയും ഇമാം അഹ്മദ് റഹിമഹുമുള്ള ഇവരെല്ലാവരും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്: അബ്ദിക വ റസൂലിക കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വ അലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം. ഇത് അഞ്ചാമത്തെ ഒരു രൂപമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആറാമത്തെ രൂപം: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അസ്വാജിഹി വ ദുർരിയതിഹി വ അലാ
അസ്വാജിഹി വദുർരിയതിഹി കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അസ്വാജിഹി വദുർരിയതിഹി കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഏഴാമത് നമുക്ക് കാണാം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇതെല്ലാം സ്വഹീഹായ റിവായത്തുകളിലൂടെ വന്നിട്ടുള്ളതാണ്. ചിലതിൽ വഅലാ ആലി മുഹമ്മദ് എന്ന് കാണാം, ചിലതിൽ വഅലാ അഹ്ലി ബൈത്തിഹി വ അസ്വാജിഹി വ ദുർരിയതിഹി എന്ന് കാണാം. ചിലയിടത്ത് ആദ്യം പറയുന്നിടത്ത് ഇന്നക ഹമീദും മജീദ് ഇല്ലാതെ അവസാന ഭാഗത്തെ കാണുകയുള്ളൂ. വേറെ ചിലയിടത്ത് അൻ നബിയിൽ ഉമ്മിയി എന്ന് പ്രവാചകനെ വിശേഷിപ്പിച്ചത് കാണാം. വേറെ ചില സന്ദർഭത്തിൽ അബ്ദിക വ റസൂലിക എന്ന് വിശേഷിപ്പിച്ചത് കാണാം. ഇങ്ങനെ തുടങ്ങി നേരിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആശയങ്ങളിലെല്ലാം ഒന്ന് തന്നെ ആയിക്കൊണ്ടുള്ള ഹദീസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ അധികരിച്ച പദപ്രയോഗങ്ങളൊന്നും എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള രീതികളാണ് നാം പിന്തുടരേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, സ്വലാത്തിൻ്റെ രൂപവും അതിൻ്റെ സമയങ്ങളുമെല്ലാം നിശ്ചയിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അവകാശമുള്ളൂ. നമുക്കറിയാം, പല ആളുകളും സ്വലാത്തുകളിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന എന്ന് പ്രയോഗിക്കുന്നത് കാണാൻ സാധിക്കും. നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഹദീസുകളിൽ എവിടെയും തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരൊറ്റ ഹദീസിൽ പോലും സ്വലാത്തിൽ സയ്യിദിന എന്ന പദം പ്രയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന സയ്യിദു വലദി ആദം സന്തതികളുടെ സയ്യിദാണ് ഞാൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്വലാത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് പ്രത്യേക തെളിവ് വേണം. അതുകൊണ്ടാണ് മഹാനായ ഹാഫിൾ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹം വളരെ കൃത്യമായി രേഖപ്പെടുത്തി, സ്വഹാബികളോ താബിഈങ്ങളോ ആരും തന്നെ അവരിൽ നിന്ന് ധാരാളമായി സ്വലാത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവരാരും സ്വലാത്തിൽ സയ്യിദ്ന എന്ന് പറഞ്ഞത് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥന. അതിൽ ആമൻതു ബി കിതാബിക്കല്ലദീ അൻസൽത വബി നബിയ്യിക്കല്ലദീ അർസൽത എന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ നബി എന്ന ഭാഗത്ത് അത് പ്രവാചകന് ചൊല്ലിക്കൊടുത്ത ഒരു സ്വഹാബി വബി റസൂലിക്കല്ലദീ അർസൽത എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ലാ, അങ്ങനെയല്ല പറയേണ്ടത്, മറിച്ചു വബി നബിയ്യിക എന്ന് തന്നെ പറയണം എന്ന് തിരുത്തി കൊടുക്കുകയാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, അതോടൊപ്പം നബിയുമാണ്. ആ പദം മാറ്റിയതിൽ പ്രത്യേകിച്ച് അർത്ഥവ്യത്യാസം ഒന്നുമില്ല. എന്നിട്ടും നബി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിടത്ത് റസൂൽ എന്ന സമാനർത്ഥമുള്ള പദം മാറ്റിയപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത് പാടില്ല എന്നാണ്. ചില റിവായത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ഒരടി അടിച്ചിട്ടാണ് പറഞ്ഞത്, ലാ, അങ്ങനെ പറയരുത്, നബി എന്ന് തന്നെ പറയണം എന്ന്. ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ആ പദപ്രയോഗം തന്നെ അത് മാറ്റാൻ പ്രവാചകന് സമ്മതിക്കാതിരുന്നത് പ്രവാചകന് വഹയിലൂടെ ലഭിച്ച പദമാണത്, അത് മാറ്റാൻ പാടില്ലാത്തതാണ് എന്ന്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അജ്ർ നിശ്ചയിക്കുന്നത് അവൻ നിശ്ചയിച്ച ചില പദങ്ങൾക്കാണ്. അത് മാറ്റുമ്പോൾ ആ അജ്ർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരേ അർത്ഥം ലഭിക്കുന്ന ഒരു പദം പോലും മാറ്റാൻ പാടില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നമുക്ക് നമ്മുടെ സ്വന്തം വക പദങ്ങൾ കൊണ്ടുവരിക, നമുക്കിഷ്ടമുള്ള രൂപത്തിലുള്ള സ്വലാത്തുകൾ കെട്ടിയുണ്ടാക്കുക. നാരിയ സ്വലാത്ത് എന്ന പേരിലും അതേപോലെയുള്ള മറ്റു പല പേരുകളിലും പല സ്വലാത്തുകളും ആളുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പല പോരിശകളും പറയുന്നുണ്ട്. എന്ത് തെളിവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലിനല്ലേ വഹിയുള്ളൂ. ആ റസൂല് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു കാര്യം എന്ത് ധൈര്യത്തിലാണ് നമുക്ക് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഇന്ന സമയങ്ങളിൽ സ്ഥലങ്ങളിൽ അത് ചൊല്ലണം, അതിന് ഇന്ന പോരിശയുണ്ട് എന്ന് ഒരു പ്രമാണവുമില്ലാതെ പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധികാരമോ അവകാശമോ നൽകിയിട്ടില്ലല്ലോ. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലെല്ലാം അങ്ങേയറ്റം സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ച് ഒരാൾ തുമ്മുകയും ശേഷം അദ്ദേഹം അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞങ്ങളും സ്വലാത്തും സലാമും ഒക്കെ പറയാറുണ്ട്, പക്ഷേ
തുമ്മിയാൽ അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളെ അൽഹംദുലില്ലാ എന്ന് പറയാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടെ ഒരു സ്വലാത്ത് അള്ളാഹുവിൻ്റെ റസൂല് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, സ്വലാത്ത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്തൊരു സന്ദർഭത്തിൽ അത് ചൊല്ലുക എന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നബിയോ സ്വഹാബികളോ താബിഈങ്ങളോ തബഉത്താബിഈങ്ങളോ പഠിപ്പിക്കാത്ത രീതികൾ ഇതിൽ കൊണ്ടുവരാൻ പാടില്ല. പല ആളുകളും സ്വലാത്തിനെ ഒരു കച്ചവട വിഭവമാക്കി മാറ്റിയിട്ടുണ്ട് എന്നത് ഖേദകരമായ ഒരു വസ്തുതയാണ്. ഇസ്ലാമിലില്ലാത്ത പല കാര്യങ്ങളും സ്വലാത്തിൻ്റെ പേരിൽ അവർ കൊണ്ടുവരുന്നു. സ്വലാത്തിൻ്റെ പേരിൽ വാർഷികം, സ്വലാത്തിൻ്റെ പേരിൽ നേർച്ച, അതേപോലെ തന്നെ ചില പ്രത്യേകമായ രൂപത്തിൽ ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുക, അതേപോലെ തന്നെ അതിന് നിശ്ചിതമായ എണ്ണം നിശ്ചയിക്കുക, ഇന്ന വിഷമങ്ങൾ മാറാൻ, ഇന്ന പ്രതിസന്ധികൾ അത് തരണം ചെയ്യാൻ, അതിന് ഇത്ര സ്വലാത്ത് ചൊല്ലിയാൽ തലവേദന മാറും, ഇത്ര സ്വലാത്ത് ചൊല്ലിയാൽ പ്രസവം എളുപ്പമാവും എന്നിങ്ങനെ തുടങ്ങിയിട്ട് അവനവൻ്റെ വക ഗവേഷണം ചെയ്തു പറയുക ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ നാമും പറയാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല, ഞങ്ങൾ പറയുന്ന രൂപത്തിലും ചെല്ലാം, നബി പറഞ്ഞ രൂപത്തിലും ചെല്ലാം, എല്ലാം സമമാണ് എന്ന് വരികയില്ലേ? അതിനേക്കാൾ വലിയ അപകടം പിടിച്ച ചിന്താഗതി എന്താണ് എന്ന് പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വലാത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അത് നാം വളരെ കൃത്യമായി വിശദീകരിച്ചു. ഏതൊക്കെ സന്ദർഭത്തിൽ എന്ന് പഠിപ്പിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ വക സ്വലാത്തിന് രൂപം പറയലും എണ്ണം പറയലും പോരിശ പറയലും ഒരിക്കലും പാടില്ലാത്തതാണ് എന്നുകൂടി ഇതിൻ്റെ കൂടെ നാം ചേർത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറെ ഫളലുള്ള, അള്ളാഹുവിങ്കൽ ഏറെ സ്ഥാനമുള്ള സ്വലാത്തിനെ നാം മറന്നു പോവാൻ പാടില്ല. അത് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകാൻ കാരണമായി തീരുമെന്ന് നാം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കി ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സ്വലാത്തിന് നിശ്ചയിക്കപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങളും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. എന്നാൽ ഒരിക്കലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി, ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയോ ആളുകളിൽ നിന്ന് ധനം അപഹരിക്കാൻ വേണ്ടിയോ, തീർത്തും ഭൗതികമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉന്നതമായ ഈ ആരാധനയെ നാം മാറ്റരുത് എന്നാണ് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ സ്വലാത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.